قال الله تعالى في القرآن المجيد بسم الله الرحمن الرحيم وما أرسلناك إلا رحمة للعالمين قال النبي صلى الله عليه وسلم من أحبني كان معي في الجنة വേദിയിലിരിക്കുന്ന അധ്യക്ഷൻ അവറുകൾ എന്റെ ശബ്ദം ശ്രമിക്കുന്ന മുതഅല്ലിം സുഹൃത്തുക്കളെ ഏവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അന്ധകാരത്തിന്റെ അന്ധതയിൽ നിന്ന് അല്ലാഹുവിന്റെ അനന്തമായ പ്രകാശത്തിലേക്ക് ലോകരെ നയിച്ച അതുല്യ പ്രവചനത്തിന്റെ പ്രകാശമാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യങ്ങളും മഹത്തരമായ ഫലങ്ങളും പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ തങ്കത്താളുകൾ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്നതാണ്. അതിനെക്കുറിച്ച് അല്ലാഹു ഖുർആനിൽ പറയുന്നു വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. സർവ്വലോകത്തിനും അനുഗ്രഹമായിട്ടല്ലാതെ താങ്കളെ നാം അയച്ചിട്ടില്ല. ഈ ഖുർആനിന്റെ വരികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം സാക്ഷിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഭൂമുഖത്ത് പിറന്നവരുടെ മുതൽ തങ്ങളുടെ വിയോഗം വരെയും തങ്ങളുടെ ഓരോ സർവ്വസമയ സന്ദർഭങ്ങളും നിറഞ്ഞു നിന്നത് സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ത്യാഗത്തിന്റെയും വിസനത്തിന്റെയും നിമിഷങ്ങളാണ്. അതിന്റെ സ്മരണകൾ ഇന്നും മുസ്ലിം ഹൃദയങ്ങൾ തിരുക്കം കൊള്ളുന്നു. 1400 വർഷങ്ങൾക്കിപ്പുറം എന്തുകൊണ്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യകൾ ജീവിച്ചിരിക്കുന്നു എന്നതിന് മറുപടിയായിട്ട് ഒരു കവി പാടിയത് യാഖൂതു ഹജറുൽ ലാ കൽ ഹജരി വമുഹമ്മദുൻ ബശറുൽ ലാ കൽ ബശരി. മാണിക്യം അതൊരു കല്ല് തന്നെയാണ്, പക്ഷേ ഒരു കല്ലിനെ പോലെയല്ല. അതുപോലെ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യൻ തന്നെയാണ്, ലാ കൽ ബശരി മനുഷ്യനെ പോലെയല്ല. നൂറ്റാണ്ടുകൾ കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റാത്ത കാര്യങ്ങളെ ഒരു മനുഷ്യ ആയുസ് കൊണ്ട് പൂർണ്ണമായി ചെയ്തു തീർത്ത് കാണിച്ച നമ്മുടെ മുത്തനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന്റെ അത്ഭുതം തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനവും മഹത്വവും വിവരണാതീതമാണ്. മുഴുവൻ മാനുഷിക മൂല്യങ്ങളും സന്നിവേശിപ്പിക്കപ്പെട്ട വ്യക്തിയാണ് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവ ഗുണങ്ങൾ അതിലില്ലാത്തതാണ്. ബദറിന്റെ രണാങ്കണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ അണിനിരത്തുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൈകൊണ്ട് തന്റെ കയ്യിലിരുന്ന വടികൊണ്ട് ഓരോ സഹാബാക്കളെയും സഫായി നിൽക്കുന്നതിനിടയിൽ അറിയാതെ സവാദ് റളിയല്ലാഹുവിന്റെ ശരീരത്തിൽ തട്ടിപ്പോയി. ഉടനെ സവാദ് റളിയല്ലാഹു യാ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് താങ്കളുടെ പ്രതികാരം ചെയ്യണം. ഇത് കേട്ട സഹാബാക്കൾ അമ്പരന്നു. റസൂലുള്ളാഹിന്റെ മുഖം ചുവന്നു തൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മിണ്ടാതെ സവാദ് റളിയല്ലാഹുവിന്റെ കരത്തിലേക്ക് തങ്ങളുടെ വടിയെ വലിച്ചു കൊടുക്കുകയാണ്. സവാദ് റളിയല്ലാഹു ദരിദ്രനായ സഹാബിയായിരുന്നു. ഒരു ഉടുത്തുണി മാത്രം ധരിച്ചുകൊണ്ടാണ് ബദറിൽ വന്നിരുന്നത്. സവാദ് റളിയല്ലാഹു മറിയാക്കിയ യാ റസൂലല്ലാഹ്, താങ്കൾ എന്നെ അടിച്ചത് ഞാൻ വസ്ത്രം ധരിക്കാത്ത ശരീരത്താണ്. അതുകൊണ്ട് താങ്കൾ എന്നോട് ചെയ്തതുപോലെ തന്നെ എനിക്ക് താങ്കളുടെ പ്രതികാരം ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിയോടെ തങ്ങളുടെ കമീസിനെ ഉയർത്തി കൊടുക്കുകയാണ്. എന്തൊരു സന്ദർഭമാണ്! അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തന്റെ ഭാഗത്തിൽ നിന്ന് വന്ന ചെറിയൊരു പേരിന്റെ പേരിൽ സമ്പൂർണ്ണ നീതി പാലിക്കുകയാണ്. അതിനുശേഷം സവാദ് റളിയല്ലാഹു അൻഹു തന്റെ കയ്യിൽ നിന്ന് വടിയെ ഉയർത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് ഓടിച്ചെന്ന് വാരിപ്പുറന്ന് ആ ശരീരത്തിലേക്ക് ചുംബനം അർപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സവാദ് റളിയല്ലാഹു അൻഹു പറയുന്നു, യാ റസൂലല്ലാഹ്, ഒരു പക്ഷേ ഞാൻ ഈ ബദറിൽ ഷഹീദായേക്കാം, ഒരു പക്ഷേ ഞാൻ ഈ ബദറിൽ ഷഹീദായേക്കാം. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സവാദ് റളിയല്ലാഹുവിന്റെ തലയിൽ കൈവച്ചുകൊണ്ട് ദുആ ചെയ്യുകയുണ്ടായി. ബഹുമാനികളെ, ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? ജീവിത വഴികളിൽ സൗര്യത്തിന്റെ മധുരാനുഭവങ്ങൾ മാത്രം നൽകി അജ്ഞതയെന്ന കുലത്തിന്റെ മറവിൽ അന്ധകാരത്തിലേക്ക് മൂക്കുകുത്തിയ വലിയ ജനവൃത്തത്തെ ജീവിത സൗഭാഗ്യത്തിന്റെ നാനാർത്ഥങ്ങൾ പറഞ്ഞു കൊടുത്ത് ആയുസ്സിന്റെ അർത്ഥം കാണിച്ച കുടുംബങ്ങളുടെ അവസാന വാക്കായിരുന്ന ഖത്താബിന്റെ പുത്രനെ പോലും ആർദ്രതയും സഹജീവ സ്നേഹത്തിന്റെയും നീതിനിഷ്ഠയുടെയും ചാചര മാതൃകയാക്കി ഏതോ ഒരു അനന്തവർണ്ണ ഭൂമിയുടെ ആറടി മണ്ണിൽ ആരോടും അറിയാതെ ഒതുങ്ങിപ്പോയിട്ടുണ്ട് നീഗ്ര വംശജൻ ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിനെ അനേക കോടി വിശ്വസ്തയിൽ എന്നുമെന്നും ജീവിച്ചിരിക്കുന്ന അഭിമാന സ്തംഭമാക്കി മാറ്റി ലോക ചരിത്രത്തിൽ അതുല്യ പ്രതിഭാസം സൃഷ്ടിച്ച താരകങ്ങളുടെ നിസ്സാബത്തെ പൂർണ്ണതുവാണ് ലോക നായകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ രംഗം ഓർമ്മയുണ്ടോ? മരണത്തോട് മല്ലിനം പോയപ്പോൾ തന്റെ ഉമ്മത്തായ നമ്മെ പറ്റിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേവലാതിപ്പെട്ടത്. ഇങ്ങനെയുള്ള തങ്ങളെയല്ലേ നാം സ്നേഹിക്കേണ്ടത്? ഇനി സ്നേഹിക്കാൻ ആവശ്യം എന്താണ്? സൗന്ദര്യമാണോ, സൽസ്വഭാവമാണോ, ശക്തിയാണോ? ഇതെല്ലാം ഒത്തുചേർന്ന ഒരു മഹാപ്രതിഭാസമാണ് ലോകത്തിന്റെ നായകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മൻ അഹബ്ബനി കാന മഅ ഫിൽ ജന്ന. ആര് എന്നെ സ്നേഹിക്കുന്നോ അവൻ എന്നോടൊപ്പമായിരിക്കും സ്വർഗ്ഗത്തിൽ. അതുകൊണ്ടല്ലേ ഖുർആൻ പറഞ്ഞത്, കുൻതും തുഹിബ്ബൂന അല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുല്ലാഹ്. നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കുക, കുൻതും തുഹിബ്ബൂന അല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുകയാണെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റിക്കൊള്ളുക. എന്നാൽ അല്ലാഹു നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളെ പാപങ്ങൾ പുറത്തു തരികയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിപൂർണ്ണമായി സ്നേഹിക്കുവാനും പരിപൂർണ്ണമായി പിൻപറ്റുവാനും നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.